ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓസ്ട്രേലിയ സന്ദർശനം പൂർത്തിയായിരിക്കുകയാണ്. പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ നേട്ടമായിട്ട് ഈ സന്ദർശനം മാറിയിട്ടുണ്ട്. ഈ വീഡിയോയ്ക്കകത്ത് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കോക്കസ് ഐലൻഡിനെ കുറിച്ചാണ്. ഓസ്ട്രേലിയയുടെ ഉടമസ്ഥതയിൽ അവരുടെ മെയിൻ ലാൻഡിൽ നിന്ന് സാമാന്യം നല്ല ദൂരത്തിൽ ഒരു ദ്വീപുണ്ട്, കോക്കസ് ഐലൻഡ്. ഒരു ദ്വീപ് എന്ന് പറയുമ്പോൾ കുറച്ച് ദ്വീപുകളുടെ ഒരു കൂട്ടമാണ്. സോ ആ ദ്വീപുകളിൽ ഇന്ത്യക്ക് ഒരു ആക്സസ് കിട്ടിയിരിക്കുകയാണ്. മെൽബണിൽ വെച്ച് നടന്ന ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിക്കിടയിൽ കോക്കസ് ദ്വീപുകളിൽ ഒരു സ്പേസ് ട്രാക്കിംഗ് ടെർമിനൽ നിർമ്മിക്കാൻ ആവശ്യമായ അനുവാദം ഓസ്ട്രേലിയ ഇന്ത്യക്ക് നൽകിയിരിക്കുകയാണ്. ഈ കാര്യത്തിൽ ഔദ്യോഗിക ധാരണയിലെത്തിയിരിക്കുകയാണ്. ഒരു ബഹിരാകാശ നിരീക്ഷണ കേന്ദ്രമാണിത്. ISROയുടെ ഗഗൻയാൻ ബഹിരാകാശ ദൗത്യത്തെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു തീരുമാനം ഓസ്ട്രേലിയ എടുത്തത് എന്നാണ് ഔദ്യോഗികമായി പറയുന്നത്. ഇന്ത്യയുടെ ബഹിരാകാശ പേടകങ്ങൾ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ പ്രവേശിക്കുന്നത് നിരീക്ഷിക്കാൻ ഈ കേന്ദ്രം സഹായിക്കും. എന്നാൽ ഇതിന് വലിയ പ്രാധാന്യമുണ്ട്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ദ്വീപുകൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തന്ത്രപ്രധാന മേഖലയിലാണ്. നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ ഇന്തോനേഷ്യയിൽ പോയ സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒപ്പുവെച്ച ഒരു കരാറിനെ കുറിച്ച് കൂടി സംസാരിക്കേണ്ടതായിട്ടുണ്ട്. ഇന്തോനേഷ്യ സന്ദർശന വേളയിൽ ഇന്തോനേഷ്യയിലെ സാബാങ് തുറമുഖം സംയുക്തമായി വികസിപ്പിക്കുന്നതിന് ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിൽ ഒരു കരാറിലെത്തിയിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ സമുദ്രപാതകളിലൊന്നായ മലാക്ക കടലിടുക്കിന്റെ പടിഞ്ഞാറൻ കവാടത്തിലാണ് ഈ സാബാങ് തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ ഗ്രേറ്റ് നിക്കോബാർ ദ്വീപിൽ നിന്ന് വെറും 160 കിലോമീറ്റർ മാത്രം അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കപ്പൽ അറ്റകുറ്റപ്പണി കേന്ദ്രങ്ങൾ, ക്രൂയിസ് ടെർമിനലുകൾ, ഊർജ പദ്ധതികൾ എന്നിവയെല്ലാം ഉൾപ്പെടുന്ന ഒരു കരാറാണ് ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. ഇന്ത്യൻ നാവികസേനയ്ക്ക് ഈ മേഖലയിൽ കൂടുതൽ പ്രവർത്തന സ്വാതന്ത്ര്യം നൽകുന്ന കരാറാണിത്. ശരിക്കും പറഞ്ഞാൽ ഇത് തമ്മിലെല്ലാം തന്നെ ഒരു ബന്ധമുണ്ട്. ഇന്ത്യയുടെ ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡ് പ്രോജക്റ്റിനെ കുറിച്ച് ഇപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കും. ഇന്ത്യ തങ്ങളുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള ഗ്രേറ്റ് നിക്കോബാർ ദ്വീപില് വലിയ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഇതിലൊരു അന്താരാഷ്ട്ര ട്രാൻസ്ഷിപ്മെന്റ് പോർട്ട്, ഒരു മിലിറ്ററി സിവിൽ എയർപോർട്ട് എന്നിവയെല്ലാം ഉൾപ്പെടുന്നുണ്ട്. മലാക്ക കടലിടുക്കിന് തൊട്ടടുത്തായിട്ടാണ് ഈ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. ചൈനയുടെ ഭൂരിഭാഗം വ്യാപാര കപ്പലുകളും ഇന്ധന കപ്പലുകളും കടന്നു പോകുന്നത് ഇതിലൂടെയാണ്. ഇവിടെ സൈനിക സന്നാഹം ശക്തമാക്കുന്നതിലൂടെ ഈ പ്രധാന സമുദ്രപാതയിൽ പൂർണ്ണ നിരീക്ഷണം നടത്താൻ ഇന്ത്യക്ക് കഴിയും. ഇന്തോനേഷ്യയിലെ സാബാങ് തുറമുഖം വികസിപ്പിക്കാനുള്ള ഇന്ത്യയുടെ തീരുമാനം ഗ്രേറ്റ് നിക്കോബാർ പദ്ധതിയുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നാണ്. ഗ്രേറ്റ് നിക്കോബാറിൽ നിന്ന് വെറും 160 കിലോമീറ്റർ മാത്രമാണ് സാബാങ്ങിലേക്കുള്ള ദൂരം. മലാക്ക കടലിടുക്കിന്റെ ഒരു വശത്ത് ഗ്രേറ്റ് നിക്കോബാറും മറുവശത്ത് ഇന്തോനേഷ്യയുടെ സാബാങ്കും വരുമ്പോൾ ഈ സമുദ്രപാതയുടെ കവാടം പൂർണ്ണമായിട്ട് ഇന്ത്യയുടെയും സഖ്യകക്ഷിയുടെയും നിരീക്ഷണത്തിലായിരിക്കും. ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ഈ മലാക്ക കടലിടുക്കിന്റെ കവാടത്തിന്റെ 2 വശങ്ങളിലാണ് ഇന്ത്യയും ഇന്തോനേഷ്യയും നിലയുറപ്പിക്കുന്നത്. ചൈനയുടെ സമുദ്ര വ്യാപാരത്തെ എപ്പോൾ വേണമെങ്കിലും തടയാൻ കെൽപ്പുള്ള ഒന്നായിട്ട് ഇത് മാറുകയും ചെയ്യും. ഇനിയാണ് ഓസ്ട്രേലിയയുടെ കോക്കസ് ദ്വീപുകൾ. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ തെക്ക് ഭാഗത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നിലവിൽ ബഹിരാകാശ നിരീക്ഷണത്തിനാണ് ഇന്ത്യക്ക് അവിടെ അനുമതി ലഭിച്ചിരിക്കുന്നത് എങ്കിലും വരും നാളുകളിൽ ഓസ്ട്രേലിയയുമായിട്ടുള്ള പ്രതിരോധ സഹകരണം കൂടുതൽ ശക്തമാക്കാൻ ഇത് സഹായിക്കും. ചൈന തങ്ങളുടെ സ്ട്രിംഗ് ഓഫ് പേൾസ് നയത്തിലൂടെ പാകിസ്ഥാൻ, ശ്രീലങ്ക, മ്യാൻമാർ തുടങ്ങിയ രാജ്യങ്ങളിൽ തുറമുഖങ്ങൾ വികസിപ്പിച്ച് ഇന്ത്യയെ വളയാൻ ശ്രമിക്കുമ്പോൾ അതിനു മറുപടിയായിട്ട് ഇന്ത്യ നടത്തുന്ന നെക്ലസ് ഓഫ് ഡയമണ്ട്സ് എന്ന് പറയുന്ന തന്ത്രത്തിന്റെ ഭാഗമാണ് ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളുമായിട്ടുള്ള ഈ പുതിയ സഖ്യങ്ങൾ. ഇന്ത്യയുടെ വിഴിഞ്ഞം പോർട്ടിൽ നിന്ന് നമ്മുടെ ലക്ഷദ്വീപിലേക്ക് 350 മുതൽ 450 കിലോമീറ്റർ വരെയാണ് ദൂരമുള്ളത്. മിനിക്കോയ്, കൽപ്പേനി തുടങ്ങിയ തെക്കൻ ദ്വീപുകളിലേക്ക് ഇന്ത്യ ലക്ഷദ്വീപിനെയും ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ശക്തമായ സൈനിക സാന്നിധ്യം ഉൾപ്പെടെ തന്നെ വലിയ പ്രോജക്റ്റുകളാണ് ഇവിടെയും വരാൻ പോകുന്നത്. ലക്ഷദ്വീപിൽ നിന്ന് ഗ്രേറ്റ് നിക്കോബാർ ദ്വീപുകളിലേക്ക് ഏകദേശം 1850 കിലോമീറ്ററിന് മുകളിൽ ദൂരമുണ്ട്. അപ്പൊ ഇത്രയും ദൂരെ ഉള്ള ഒരു ഏരിയയാണ് ഇന്ത്യ കൺട്രോൾ ചെയ്യുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ ഗ്രേറ്റ് നിക്കോബാർ ദ്വീപുകളിൽ നിന്ന് 160 കിലോമീറ്റർ മാത്രമാണ് ഈ സാബാങ് തുറമുഖത്തിലേക്കുള്ള ദൂരം ഇന്തോനേഷ്യയുടെ. ഇന്ത്യയുടെ ഇന്ദിരാ പോയിന്റിൽ നിന്ന് ഇന്തോനേഷ്യയിലെ സാബാങ് തുറമുഖത്തിലേക്ക് വളരെ കുറച്ച് ദൂരമാണ് സാധാരണ രീതിയിൽ നമുക്കുള്ളതായി കാണാൻ കഴിയുന്നത്. ഇനി അവിടെ നിന്ന് കോക്കസ് ദ്വീപുകളിലേക്ക് ഏതാണ്ട് 1650 കിലോമീറ്റർ ആണ് ദൂരമുള്ളത്. ഈ കോക്കസ് ദ്വീപുകളിൽ നിന്ന് നമ്മുടെ മൗറീഷ്യസിലേക്ക് ഏതാണ്ട് 4100 കിലോമീറ്റർ ആണ് ദൂരം. ഈ മൗറീഷ്യസ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് രാജ്യമാണ്. ഇന്ത്യൻ വംശജർ ഏറ്റവും കൂടുതലുള്ള ഒരു രാജ്യമാണ്. അവിടെ അഗലിഗ എന്ന് പറയുന്ന ദ്വീപില് ഇന്ത്യക്ക് ഒരു വലിയ മിലിറ്ററി ബേസ് ഉണ്ട്. മിലിറ്ററി റൺവേയും കപ്പലുകൾ വരാനുള്ള സൗകര്യങ്ങളുമെല്ലാം ഇന്ത്യ അവിടെ വികസിപ്പിച്ചിട്ടുണ്ട്. കോക്കസ് ദ്വീപുകളിൽ നിന്ന് പടിഞ്ഞാറോട്ട് മാറി
ആഫ്രിക്കൻ തീരത്തിനടുത്തായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ആഫ്രിക്കൻ തീരത്തിനടുത്ത്, ഓസ്ട്രേലിയൻ തീരത്തിനടുത്ത്, ഇന്തോനേഷ്യയില്, അതുപോലെ ശ്രീലങ്കയിലുമുണ്ട് ഇന്ത്യ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു പോർട്ട്, ഒരു ടെർമിനൽ ഉണ്ട്. സോ അങ്ങനെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ എല്ലാ ഭാഗത്തും ഇന്ത്യ ശക്തമായിട്ട് പിടിമുറുക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ചുരുക്കത്തിൽ ഇന്ത്യ, നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ, ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഇന്ത്യയുടെ ആധിപത്യം ഉറപ്പിക്കുന്ന ഒരു കാഴ്ച കൂടിയാണ് കാണുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.